ഇറാനിൽ 2 വർഷത്തെ തടവിന് അകാരണമായി ശിക്ഷിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസിക്ക് ഒടുവിൽ മോചനം. ലാലെ സാദി എന്ന വനിത 15 മാസത്തെ ജയിൽവാസത്തിന് ശേഷം മെയ് 31-നാണ് പരോളിൽ പുറത്തിറങ്ങിയത്. മോചന വ്യവസ്ഥകൾ പ്രകാരം മാധ്യമങ്ങളോട് സംസാരിക്കാനോ വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി ബന്ധപ്പെടാനോ ഇവർക്ക് അനുവാദമില്ല. 2 വർഷത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കിയിട്ടുമുണ്ട്. ഇന്റലിജൻസ് മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എവിൻ ജയിലിലെ കുപ്രസിദ്ധമായ വാർഡ് 209 കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ലാലെ സാദി എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തി. ഇറാൻ വംശജയായ ലാലെ സാദി മലേഷ്യയിൽ വെച്ചാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. 2017 ഇറാനിലേക്ക് മടങ്ങി. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി അഭയം തേടാനും പ്രായമായ മാതാപിതാക്കളുമായി വീണ്ടും ഒന്നിക്കാനുമുള്ള ആഗ്രഹത്തെ തുടർന്നായിരുന്നു ഇത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനാൽ ലാലെ സാദി അധികൃതരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. 2024 ഫെബ്രുവരി 13-ന് ലാലയെ ടെഹ്റാനിലെ അവളുടെ പിതാവിൻ്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്ത് എവിൻ ജയിലിലേക്ക് കൊണ്ടുപോയി. ചോദ്യം ചെയ്യലിനിടെ മലേഷ്യയിൽ അവർ ചെയ്ത സുവിശേഷവൽക്കരണത്തിൻ്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും കുറ്റകൃത്യത്തിൻ്റെ തെളിവായി അധികൃതർ ശരിയാത്ത് നിയമമുള്ള ഇറാനി കോടതിയിൽ സമർപ്പിച്ചു. തുടർന്ന് അവരെ ജയിലിലെ വനിതാ വാർഡിലേക്ക് മാറ്റി. കഴിഞ്ഞ വർഷം മാർച്ച് 16-ന് ലാലയെ ടെഹ്റാൻ റവല്യൂഷണറി കോടതിയിൽ ഹാജരാക്കി. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനുള്ള പാശ്ചാത്യരുടെ ശ്രമമായിട്ടാണ് മുസ്ലിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള മതപരിവർത്തനത്തെ ഇറാൻ ഭരണകൂടം നോക്കിക്കാണുന്നതെന്ന് മതപീഡന നിരീക്ഷക സംഘടനയായ ഓപ്പൺ ഡോഴ്സ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. അതേസമയം മതപണ്ഡിതന്മാരുടെ സമ്മർദ്ദവും കർക്കശ നിയമക്കുരുക്കുകളും ഭേദിച്ച് ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.